ആരും പൈസ ഉണ്ടാക്കല്ലേ. പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ സമാധാനം കിട്ടൂല. ഇപ്പം നമ്മൾ റോഹിച്ചാൻ്റെ കാര്യം കാണുന്നില്ലേ? ഒരാൾ പോലും അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കല്ലേ. പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനവും ജീവിതത്തിൽ കിട്ടൂല. ഈ കടലാസ് കഷ്ടം എന്തിനു കൊള്ളാം? ഇതൊക്കെ വെറുതെ പറയുന്ന എന്നിട്ടാ ഉള്ള കാര്യം പറയാം. പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും ഒരാൾ തരത്തില്ല. അതുകൊണ്ട് റോയി അയ്യോ മരിച്ചത് പൈസേൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന റോയി എന്തിനാ മരിച്ചത്, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞ വെള്ളം വരെ കിട്ടത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് മിണ്ടുന്നവൻ വരെ നാളെ മിണ്ടൂല. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ റോയിനെ ആലോചിച്ചിട്ട് നിങ്ങളാരും പണിക്ക് പോകാണ്ടിരിക്കണ്ട. എല്ലാവരും ജോലിക്ക് പോയിക്കോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് കമൻ്റ് ഉണ്ട്. റോയി എന്ന് പറയുന്ന ഒരു വലിയ മുതലാളിയാണ്, അയാൾ ഒരു വലിയ വ്യവസായി തന്നെയാണ്, അന്താരാഷ്ട്ര വ്യവസായിയാണ്. അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ പൈസേൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ ഒന്നുമല്ല. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല നമ്മൾ. എന്തോ ഒരു രഹസ്യം അയാൾക്കുണ്ട്. ആ രഹസ്യം വെളിയിൽ വരുമോ എന്നുള്ളൊരു ഭയമാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് പോലെ എന്താ പറയേണ്ട, ഒരു റെയ്ഡ് വന്നു, ഇനി കുറേ പിടിച്ചു അല്ലെങ്കിൽ കുറേ അടച്ചു, ഇതൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഗോകുലം ഗോപാലാട്ടനല്ലോ, അവരെല്ലാം ബിസിനസ് ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അടക്കുന്നില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇതിൻ്റെ പുറകെ പോയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം കാണുമല്ലോ. ഇതൊന്നുമല്ല, എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്. അതാണ് കാരണം. റോയി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബിഗ് ബോസ് കാണുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. ബിഗ് ബോസിൽ സമ്മാനം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു വലിയ വ്യവസായിയാണ്. പിന്നെ എന്നാണ് ഒരുപാട് പേരുമായിട്ട് പിന്നെ അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ നമ്മളെല്ലാവരും കണ്ട അവനെ പൊന്നിൽ ലാലേട്ടൻ്റെ സിനിമകളാണ്. ഒരു സിനിമ പോലും നിലം തൊട്ടില്ല. ഈ പൊട്ട പടങ്ങൾ മുഴുവൻ കൊണ്ടുപോയിട്ട് അയാളെ തലയിൽ വെച്ച് കൊടുക്കും. മനസ്സിലാക്കണം നിങ്ങൾ. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മരിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം വെളിയിൽ വരുമോ? ഇനി ലോക്കറിൽ എന്തായിരുന്നു, ഇനി ലോക്കറും കൂടി തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു മരണത്തിലൊരു വലിയ ദുഃഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 97 മുതൽ 97 അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങിയത്. അന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഒരു നിലയിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ജീവിക്കാനുള്ള ഒരു ത്വരിത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ ഈ ഒരു പരിപാടി ചെയ്തത്. ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ റെയ്ഡ് പേടിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ പണം പോകുന്നു പേടിച്ചിട്ടോ ഒന്നും അല്ല. എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് പുറത്ത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ ചാൻസേ ഇല്ല. ഈ മുതലാളിമാർക്കിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച നമ്മളെ അറ്റ്ലസ് രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടന്ന് നരകിച്ച് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ പിന്നീട് വീട്ടിൽ വന്ന് കിടന്ന് അവിടെ നിന്നല്ലേ മരിച്ചത്. ആരെങ്കിലും ഉണ്ടായിരുന്നോ? എവിടെ പോകുമ്പോഴും അംഗരക്ഷകരായിട്ട് ഒരുപാട് ആൾക്കാരിലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പൈസയും പണമെല്ലാം വേണം, പക്ഷെ അതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു രൂപ പോലും മറ്റുള്ളവരുടേതാകരുത്. മറ്റുള്ളവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടോ മറ്റുള്ളവൻ്റെ പൈസയോ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നാൾ നമ്മളെ എന്താ പറയണ്ടേ ആ ഒരു ദുരന്തം തേടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊരു മുതലാളിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പല ഇതും ചെയ്തിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മുതലാളി ഒരാളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകും, അവരുടെ ശാപങ്ങൾ ഉണ്ടാകും, അവർക്ക് എന്തിനധികം പറയുന്നത് ശമ്പളം കൊടുക്കാതെ ഉണ്ടാകും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടാകും. എല്ലാ മുതലാളിമാരും എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാവരും നന്നായി, എല്ലാവരും നല്ല വിനീതനായി. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു കണ്ണീരുള്ള ഒരു നോട്ട് ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവനെ പറ്റിച്ചിട്ടോ തട്ടിച്ചിട്ടൊന്നും ഒരാളും പൈസ ഉണ്ടാക്കരുത്. അതുപോലെ നിയമവിരുദ്ധമായിട്ട് നമ്മൾ ഒന്നിലും ചേരരുത്. നമുക്കുള്ള പണം കൊണ്ട് നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളടുത്തേക്ക് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നിൻ്റെ എഴുക്കിണ്ടോടാ നീ റേറ്റ് നമുക്ക് ആരെങ്കിലും സമ്മർദ്ദം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടാവില്ലേ എന്ന് പറയത്തില്ലേ? എന്തുകൊണ്ടാ? നമ്മളെ കയ്യിലൊന്നുമില്ല, പിന്നെ നമ്മളെന്തിനു പേടിക്കണോ? അതാണ് പറയുന്നത്. നമ്മളെ കയ്യിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മടിയിൽ കനവില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടി വരും.
കാരണം നമ്മൾ കാരണം മറ്റുള്ളവൻ്റെ ജീവിതം കൂടി നശിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവൻ നശിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ പിന്നെ ജീവിതം പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ഇപ്പം ഈ കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹത്തിനുള്ളത്? 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വന്നില്ലേ? 56-ാമത്തെ വയസ്സിൽ. ഇനിയിപ്പോൾ അദ്ദേഹം സമ്പാദിച്ച കാര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും ലാവിഷായിട്ട് ചിലപ്പോൾ ജീവിക്കാം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മുതലാളിമാർ ഒരുപാട് പൈസേൻ്റെ പുറകെ ഓടുമ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അടി തെറ്റുന്നുണ്ട്. അതാണ് അവർ ചിന്തിക്കേണ്ടത്. കോഫി ഡേൻ്റെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നയാൾ അവിടെ ഗോദാവരി പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ചാടിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കോടിക്കണക്കിന് രൂപയുടെ മുതലാളിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് മറ്റേ ഡൽഹിയിൽ പോയിട്ട് ഒരുത്തൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവനും വലിയ മുതലാളിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം കോടി അങ്ങനെ എങ്ങാറ്റുള്ള ഒരു കപ്പൽ ജോയിയുണ്ട്. അയാൾ ഗൾഫിൽ വെച്ചിട്ട് തീർന്നത്. ഇതൊന്നും ഒരാളെയും പേടിച്ചിട്ടൊന്നല്ല. ഇപ്പം ഗൾഫിൽ വെച്ചിട്ട് ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് ഇടീനെ പേടിച്ചിട്ട് പറയാൻ പറ്റുമോ? അവരെ കയ്യിൽ എന്തോ ഒരു തെറ്റുണ്ട്. ആ തെറ്റാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോഴും കാണുമ്പോഴോ ഇന്നലെ പണക്കാരനായോ കണ്ടാ, ഓൻ്റെ ആ പവർ കണ്ടായിരുന്നു. കണ്ണീമി തുറക്കുമ്പോഴേക്കല്ലേ ഓൻ പണക്കാരനായത്. പക്ഷേ അതൊന്നും അധികാലം പോവില്ല. ചിലപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ശാപോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഉണ്ടാകും അതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് 1 രൂപയാണെങ്കിൽ 1 രൂപ അത് അധ്വാനിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സമാധാന. മറ്റുള്ളവൻ്റെ കണ്ണീരിൻ്റെ പൈസയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ ഒരിക്കലും ഗതി പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെയധികം സൂക്ഷിക്കുക. ഏത് മുതലാളിമാരായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ പണ്ട് ചെയ്തത് മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം അവരുടെ ആ ആത്മാക്കൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഇതിനൊന്നും പോകാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മളെ റോയ് സാറിന് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പലരും പലതുമാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്, ഒരു റെയ്ഡ് പേടിച്ചിട്ടൊന്നും അങ്ങേരൊന്നും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ 15 റെയ്ഡ് വന്നാലും അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ സമ്മർദ്ദത്തിലാക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് സമ്മർദ്ദമോ? ഞാൻ പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ സമ്മർദ്ദത്തിലാക്കി നിന്നെ ഞങ്ങൾ പാപ്പരാക്കി വിടും എന്ന് പറഞ്ഞാൽ കൂടിയുടെ പേടിയില്ലാതെ ജനങ്ങളുടെ ഇട പേടിയില്ലാതെ മുതലാളിമാരുണ്ട്. അത് മാത്രമല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പേരിലും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ ഇവർക്കൊക്കെ നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാകും. ജീവിക്കാനുള്ള സമ്പാദ്യം എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മളെ മയ്യണ്ണൻ നോക്കിയാട്ടെ ഈടുന്ന് നല്ല അങ്ങ് മുങ്ങിയിട്ട് ഇപ്പോഴേ ഇംഗ്ലണ്ടില്ല ഇവിടെ അമേരിക്കയില്ല ഒരു നല്ല ലാവിഷായി ജീവിക്കുന്നത് മല്യണ്ണൻ നമ്മളെ മനസ്സിലായ. അതാണ് മനുഷ്യന്മാർ. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോവും. ഇവിടെ കടാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് നേരെ വിടും. അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ നമ്മളെ റോയ് സാർ എന്തിനിത് ചെയ്തു എന്ന് മാത്രം ഒരാൾക്കും മനസ്സിലാകുന്നില്ല. ഇനി അദ്ദേഹത്തിന് പൈസ കൂടിപ്പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ കോടി, അതായത് നമുക്ക് എണ്ണിയാൽ തീരാതെ അത്രയും കോടികളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ സാമ്പത്തികമൊക്കെ ചില ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങേരെന്ന് പറഞ്ഞൊരു വാശിപ്പുറത്തൊക്കെ കാറ് വാങ്ങിക്കുന്ന ഒരു ടീമാണ്. അതായത് 12ഓളം ആഡംബര കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പല കമ്പനികളുടെയും കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് പോകാൻ വേണ്ടിയിട്ട് ഒരു കാറ് പോരെ. പണ്ടാരോ പറയാണ്ട് ദൈവത്തിനെ കൊക്കേട്ടി വലിക്കരുത് എന്ന്. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാ. നന്ദി, നമസ്കാരം.